ക്രിസ്മസ് ആഘോഷങ്ങൾ അടിച്ച് തകർത്തവർക്ക് സ്വീകരണമൊരുക്കി അവിടുത്തെ തീവ്ര ഹിന്ദുത്വവാദികൾ. അവരുടെ തലയിൽ തലപ്പാവൊക്കെ വെച്ച് മാലയിട്ട് ആരതി ഒഴിഞ്ഞ് അവരെ സ്വീകരിക്കുകയാണ്. എന്തിനാണ്? ക്രിസ്ത്യാനികളെ ആക്രമിച്ചതിന്, സാന്റാക്ലോസിനെ തല്ലി തകർത്തതിന്, ലക്ഷക്കണക്കിന് രൂപയുടെ ക്രിസ്മസ് ആഘോഷ സാമഗ്രികൾ ഇല്ലാതാക്കിയത്, തകർത്ത് പരസ്യമായി അവരെ ആക്രമിച്ച് ഭീഷണിപ്പെടുത്തിയത്. ആ വാർത്തയൊന്ന് കാണാം. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ക്രിസ്മസ് അലങ്കാരങ്ങൾ അടിച്ചു തകർത്ത കേസിൽ ജാമ്യത്തിലിറങ്ങിയ ബജ്രംഗ് ദൾ പ്രവർത്തകർക്ക് വൻ സ്വീകരണം. ജാമ്യം ലഭിച്ച 6 പേരെ മാലയിട്ട് മധുരം നൽകി സ്വീകരിച്ചു. പ്രതികളെ തോളിലേറ്റി മുദ്രാവാക്യം വിളിച്ചാണ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയത്. YS അഭിനന്ദുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അഭിനന്ദ്, ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ കാലമായി ഈ ക്രിസ്മസ് കാലത്തല്ല, അതിന് മുൻപ് തൊട്ടേ നമ്മൾ കാണുന്ന കാഴ്ചകൾ അത്ര സുഖകരമല്ല, അല്ലെങ്കിൽ ഇത് അവിടെ നിന്ന് ഒരു അപ്രതീക്ഷിതമായ കാര്യവുമല്ല. പക്ഷേ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വട്ടന്മാരെന്ന് വിളിച്ച ആ സംഘത്തിനെയാണ് രാജീവ് ചന്ദ്രശേഖർ കണ്ട മേളിൽ പടക്കമൊക്കെ പൊട്ടിക്കുകയാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർജി വട്ടന്മാരെന്ന് വിളിച്ചവരെയാണ് ആഘോഷിക്കുന്നത്, സ്വീകരിച്ചിരിക്കുന്നത്. ഗോകുൽ ക്രിസ്മസ് തലേന്ന് ഡിസംബർ 24-ാം തീയതി രാത്രിയായിരുന്നു ഛത്തീസ്ഗഡ് റായ്പൂരിലെ മാളിൽ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇത്തരത്തിലേക്ക് സാന്താക്ലോസ് രൂപങ്ങൾ അടിച്ചു തറക്കുകയും ഒപ്പം തന്നെ അവിടെ വലിയ രീതിയിലുള്ള വാക്കുതർക്കങ്ങൾ അടക്കം പോകുന്ന സാഹചര്യം ഉണ്ട്. അതായത് 30ഓളം ബജ്രംഗ് പ്രവർത്തകർ അവരെ എത്തി ആക്രമണം ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. ഇത് പിന്നീട് അവര് തന്നെ എടുത്ത് പ്രചരിപ്പിച്ചു, വേറെ ആരും എടുത്തൊന്നുമല്ല, പോലീസ് എടുത്തതൊന്നുമല്ല, അവര് തന്നെ എടുത്ത് പ്രചരിപ്പിച്ചു. അതിൽ അവർ മേനി നടിക്കുകയാണ്. അതിൽ അവരെന്തോ വലിയ കാര്യം ചെയ്തു എന്നാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ കരുതുന്നത്. 30 പേർക്ക് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ 6 പേരെ പ്രതിയാക്കിക്കൊണ്ട് ഛത്തീസ്ഗഡ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഉടൻ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരുന്നു. ഇന്നലെയാണ് അവർക്ക് ജാമ്യം അനുവദിച്ചത്. ജാമ്യത്തിന് പിന്നാലെ അവർ പുറത്തിറങ്ങിയപ്പോഴാണ് ഇത്തരത്തിലേക്ക് ബജ്രംഗ് അവർക്ക് 4-5 ദിവസത്തിനുള്ളിൽ ജാമ്യം കിട്ടി. മാലയിട്ടും മധുരം നൽകിയുമൊക്കെ അവരെ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ട്. എന്തായാലും ഈ സ്വീകരണത്തെ അടക്കം അപലപിച്ചുകൊണ്ട് കോൺഗ്രസ് അടക്കം ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. മതപരിവർത്തനം ആരോപിച്ചാണ് ഇത്തരത്തിലേക്ക് അവരെ അന്ന് വലിയ രീതിയിൽ തന്നെ ഒരു അക്രമം അഴിച്ചുവിടുന്ന സാഹചര്യം ഉണ്ട്. കള്ളം പറയുക, നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നതൊക്കെ ചുമ്മാ. ഇവിടെ നമ്മുടെ വ്യാജ പരാതിക്കാരികൾ പുരുഷന്മാർക്കെതിരെ എന്തെങ്കിലും നിർബന്ധിതം എന്ന് പറഞ്ഞ് പറയുന്നത് പോലെ. കാര്യം ഈ നിർബന്ധിതം എന്ന വാക്ക് എന്തിന്റെയും കൂടെ ചേർത്ത് വെച്ചാൽ അതൊരു ക്രൈം ആകും. നിർബന്ധിത മതപരിവർത്തനം, നിർബന്ധിത ഗർഭചിത്രം, നിർബന്ധിത ലൈംഗിക ബന്ധം, നിർബന്ധിത വേറെ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ആരെയും കൊടുക്കാൻ പറ്റും. നോർത്ത് ഇന്ത്യയിൽ അത് കാണിക്കുന്നത് നമ്മുടെ ന്യൂനപക്ഷങ്ങളോടാണ്, മുസ്ലിങ്ങളോട്, ക്രിസ്ത്യാനികളോടാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ ലെഫ്റ്റ് ലിബറലുകൾക്ക് അധികാരം ഉള്ളതുകൊണ്ട് പുരുഷന്മാരുടെ മേത്തകരുന്നത്, ആരുടെയെങ്കിലും പുറത്ത് കുതിര കയറണം, അത്രേ ഉള്ളൂ. സമയത്ത് തന്നെ ഒരു വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. RSS നേതൃത്വം അടക്കം പിന്നീട് BJP അടക്കം മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോലും എത്തിയ സംഭവത്തിന് പിന്നാലെ ഇത്ര വലിയൊരു വിഷയമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ പ്രതികളെ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു നിലയിലേക്കൂടെ കടന്നത്. എന്തായാലും ഒരു വലിയ ഒരു വിമർശനമാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട ഉന്നയിക്കുന്നത്. 6 പ്രതികളെയാണ് ഇന്നലെ മാലയിട്ടും മധുരം വിതരണമൊക്കെ ചെയ്ത് ഈ ജാമ്യം ലഭിച്ച ജയിലിൽ നിന്ന് ഇറങ്ങിയ ആ സമയത്ത് സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഗൂഗിൾ ലോകത്തെ ഇതാണ് നമ്മുടെ നാട്ടിന്റെ അവസ്ഥ. അതായത് ഇതേപോലെ തന്നെയായിരുന്നു ഈ ബിൽക്കിസ് ബാനു എന്ന് പറഞ്ഞ പേര്. അതായത് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ വേദന ഉണ്ടാക്കിയ സംഭവങ്ങളിലൊന്നാണ് ഈ ബിൽക്കിസ് ബാനുവിന്റെ റേപ്പിസ്റ്റുകളാണ്. അതായത് ബിൽക്കിസ് ബാനുവിനെ റേപ്പ് ചെയ്ത് അവരെ കൊന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അവരുടെ കുട്ടിയെ കൊന്ന ആൾക്കാരാണ് മാലയിട്ട് ലഡ്ഡു നൽകിയൊക്കെ സ്വീകരിക്കുന്നത്. ഓർക്കുക, ഇവരാരും ആരോപിതരല്ല. ഇവർ ബിൽക്കിസ് ബാനുവിനെ ബലാത്സംഗം ചെയ്തു, അവരുടെ അമ്മയെ ബലാത്സംഗം ചെയ്തു, കുട്ടിയെ കൊന്നു. ഏറ്റവും വേദനാജനകമായ അത്രയും ഒരു വൃത്തികെട്ട കേസ് ഇന്ത്യയുടെ ചരിത്രത്തിലില്ല. അവരെയാണ് മാലയിട്ട് സ്വീകരിക്കുന്നത്. ഇന്ത്യ ഈ അന്ധതയിലേക്ക് പോകാതിരിക്കാൻ നല്ല ഹിന്ദുക്കളും നല്ല ക്രിസ്ത്യാനികളും നല്ല മുസ്ലിങ്ങളും മുമ്പോട്ട് വരണം. നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവിനേക്കുന്ന മുറിവുകളാണ് ഇത്. കാണുന്ന ഒരു ക്രിസ്ത്യാനിയുടെ, മുസ്ലിമിന്റെ, അല്ലെങ്കിൽ ഇത് കാണുന്ന ഒരു ഹിന്ദുവിന്റെ മനസ്സ്, ആത്മാവ് വേദനിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കുകയും ഈ തീവ്രതയെ എതിർക്കണം എല്ലാവരും. അത് അത് BJPക്കാരാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും AP ആണെങ്കിലും ആരാണെങ്കിലും അത് എതിർക്കണം. ഇത് അന്യായമാണ്. ആ അന്യായത്തിനെതിരെ നിൽക്കാൻ നമുക്ക് ശക്തി വേണം. അതാണ് ദൈവീകത, വേറെ ഒന്നുമില്ല. കള്ളത്തിന്റെ കാലത്ത് സത്യം പറയുന്നതാണ് ദൈവീകത. കള്ളത്തിന്റെ കാലത്ത് സത്യം പറയുന്നതാണ് ഏറ്റവും വലിയ വിപ്ലവ പ്രവർത്തനം. കള്ളത്തിന്റെ കാലത്ത് നീതിയോടൊപ്പം നിൽക്കുന്നതാണ് ദൈവീക പ്രവർത്തനം, വിപ്ലവ പ്രവർത്തനം, ആത്മീയ പ്രവർത്തനം. അത് നമുക്ക് ഓർക്കാം. ജയ് ഹിന്ദ്, ജയ് ഗാന്ധി.